പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായത് കുറച്ച് ചോറെടുത്ത് ഇതാ ഈ പാത്രത്തിൻ്റെ അളവിന് 2 പാത്രമാണ് ചോറെടുത്തത്. അപ്പം ഇനി 3 പാത്രം മൈദ എടുക്കുക. നമ്മൾ 2 കപ്പാണ് ചോറെടുക്കണമെന്നുണ്ടെങ്കിൽ 3 കപ്പ് മൈദ അങ്ങനെയാണ് എടുക്കേണ്ടത്. കുഞ്ഞി പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. നോക്കാം. ഇതാ ഇതുപോലെയാണ്. ഇനി മിക്സ് ചെയ്യണം രണ്ടും കൂടി. ഇത് വലിയ ചെറിയ പാത്രം ആയതുകൊണ്ട് ഇതിനെ കഴിയണം. ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റാണ്. ഇതാ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. അതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. വെള്ളം ഒന്നും ചേർക്കാതെ. കുറച്ച് ഉപ്പിട്ടതിന് ശേഷം അങ്ങനെ നന്നായി ഇളക്കണേ. പറയാൻ മറന്നു പോയത് ഉപ്പിടാനുള്ളത്. ഇതുപോലെ ഉണ്ടാകും. ഇതാ ഇതുപോലെ ആയി കിട്ടുന്നത്. ഇനി നമ്മൾ കയ്യിലിട്ട് നന്നായി കുഴച്ചെടുക്കുക, എണ്ണയും കൂട്ടി. ഇതാ ഇതുപോലെ നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിക്കണേ. അതിൻ്റെ മേലെ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തെടുക്കുക. പുറത്ത് നല്ല മഴയാണ്. ഇനി ഒരു പ്ലേറ്റ് കൊണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കുറച്ച് നേരം. ഒരു തുണിയും ഇട്ട് കൊടുക്കട്ടെ. ഞാൻ പ്ലേറ്റാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അടച്ച് വെച്ചത് ഇതാ തുറന്നു. ഇതിനി നമുക്ക് കുഴച്ചെടുക്കാനുണ്ട്. നമ്മൾ ഇതുപോലെ പീസാക്കി ഓരോ ബൗൾസാക്കുക. ഉള്ളിലേക്ക് ഇങ്ങനെ നിറക്കുക. എന്നിട്ട് ഉണ്ടാക്കി ഓരോ ബൗൾസാക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ലോണം ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കുക. ഞാൻ ഓയിലാണ് എടുത്തെടുക്കുന്നത്. ഓയിൽ നല്ലോണം സ്പ്രെഡ് ചെയ്യണേ. ഓരോന്നെടുത്തതുപോലെ പരത്തുക. ഇതുപോലെ ആയതിനു ശേഷം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് നടുക്കൂടെ ഇതുപോലെ കട്ട് ചെയ്യുക. അവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്യണ്ടേ. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ചുറ്റി വെക്കുക. ഇതുപോലെ ആയിക്കണേ. ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കുക. ഓയിലാണ് കാര്യമായിട്ട് വേണ്ടത്. നല്ലോണം സ്പ്രെഡ് ചെയ്യുക. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കുക. കൈ വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കുക. നമ്മുടെ പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കണത് അവിടെ പരത്തി വെച്ചിക്കണേ. ഞാൻ മൈദ കൊണ്ട് പൊറോട്ട ഉണ്ടാക്കിക്കണേ. മൈദയും ചോറും കൊണ്ട് ഫസ്റ്റ് ടൈം ആയിരുന്നു ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ. നല്ല സോഫ്റ്റ് കഴിക്കാണ്ടാവും തന്നെ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ എണ്ണ തട്ടി കൊടുക്കുക. സ്പ്രെഡ് ചെയ്തെടുക്കുക. നമ്മളെ പൊറോട്ട വെന്ത് വരണം കേട്ടോ. ഇനി നമുക്കിത് അടിച്ചെടുക്കാനല്ല. അങ്ങനെ പൊറോട്ട അടിച്ചിക്കണിതാ. ആ ചൂടോടൊക്കെ തന്നെ അടിച്ചെടുക്കുക. നല്ല സോഫ്റ്റുള്ള പൊറോട്ടയാണ്. ഇതുപോലെ നല്ല അടിപൊളി പൊറോട്ടയായി കിട്ടിയിരിക്കണേ. അങ്ങനെ ഞങ്ങൾ പൊറോട്ട കഴിക്കാനുണ്ട്. മോൾക്ക് കൊടുക്കണേ. ലിജിമോനെ എങ്ങനെയുണ്ട് പൊറോട്ട? സൂപ്പർ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.